ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ. 4 വാഷിൽ ഫെയ്ഡായി. ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റ്. ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫേഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ. ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവുമാവില്ല. ഹെൻകോ മാറ്റ് വെറും വാഷ് അല്ല, കെയർ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 2 ബുധനാഴ്ച. ബുറേവി ചുഴലിക്കാറ്റ് ഇന്ന് രാത്രിയോടെ ശ്രീലങ്കയിൽ പ്രവേശിക്കും. നാളെ ശ്രീലങ്കയും കടന്ന് തമിഴ്നാട് തീരത്തേക്ക് അടുക്കും. നാളെ ഉച്ച മുതൽ മറ്റന്നാൾ ഉച്ചവരെ കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ നാളെ റെഡ് അലർട്ട്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര വഴി ചുഴലിക്കാറ്റ് കടന്നുപോയേക്കും എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒടുവിൽ പുറത്തുവിട്ട വിവരം. അതേസമയം 100 കിലോമീറ്ററിന് താഴെയാണ് ചുഴലിക്കാറ്റിന്റെ വേഗത എന്നതിനാൽ അമിത ആശങ്ക വേണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിച്ചാൽ മതിയെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. കോവിഡ് രോഗികൾക്കുള്ള തപാൽ വോട്ട് ഇന്ന് ആരംഭിക്കും. തദ്ദേശ സ്ഥാപനങ്ങളിലെ ആദ്യഘട്ടം വോട്ടെടുപ്പ് നടക്കുന്ന 5 ജില്ലകളിലേക്കുള്ള തപാൽ വോട്ടെടുപ്പാണ് തുടങ്ങുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലായി ഇതുവരെ 5351 പേരെയാണ് പ്രത്യേക വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 4 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പാചകവാതക വില കേന്ദ്ര സർക്കാർ വീണ്ടും വർദ്ധിപ്പിച്ചു. ഗാർഹികാവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് 50 രൂപയാണ് വർദ്ധിപ്പിച്ചത്. വാണിജ്യാവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് 62 രൂപ വർദ്ധിപ്പിച്ചു. ഇതോടെ ഗാർഹികാവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് 651 രൂപയായി. KSFE റെയ്ഡോടെ ധനമന്ത്രി തോമസ് ഐസക്കിനെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയായെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. CPMലെ വിഭാഗീയത മറനീക്കി പുറത്തുവരികയാണെന്നും അപമാനിച്ച CPMൽ കടിച്ചു തൂങ്ങണോ എന്ന് ഐസക് തീരുമാനിക്കണമെന്നും മുല്ലപ്പള്ളി. രാജിവെക്കേണ്ടത് ധനമന്ത്രിയല്ല ചെന്നിത്തലയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ. കോഴ വാങ്ങിയെന്ന ആരോപണം ചെന്നിത്തലയ്ക്കെതിരെയാണുള്ളതെന്നും KSFE വിവാദം അടഞ്ഞ അധ്യായമാണെന്നും ധനമന്ത്രി രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്നും വിജയരാഘവൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറിനെ യൂണിടാക് നൽകിയ കമ്മീഷനായ 1 കോടി രൂപയാണ് സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയായ സ്വപ്നപ്രഭ സുരേഷിന്റെയും ചാർട്ടേഡ് അക്കൌണ്ടന്റിന്റെയും പേരിലുള്ള 2 ലോക്കറുകളിൽ ഉള്ളതെന്ന് എൻഫോഴ്സ്മെന്റ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിലാണ് ഈ വിവരങ്ങളുള്ളത്. വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥിന്റെ മണ്ഡലമായ പുതുക്കാട് ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലെ അപാകതയെക്കുറിച്ച് കിഫ്ബി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. പരിശോധനാ റിപ്പോർട്ട് ഉടൻ തന്നെ സർക്കാരിന് സമർപ്പിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പത്തനാപുരം MLA KB ഗണേഷ് കുമാറിന്റെ ഓഫീസിൽ നടത്തിയ പരിശോധനയിലും കാര്യമായ തെളിവുകൾ കണ്ടെത്താനാകാതെ പോലീസ്. അതേസമയം തന്റെ ഓഫീസിൽ പോലീസ് റെയ്ഡ് നടത്തിയതിൽ കടുത്ത അതൃപ്തിയിലാണ് ഗണേഷ്. ഇടതുമുന്നണി നേതൃത്വത്തെ പാർട്ടി അതൃപ്തി അറിയിക്കുമെന്നാണ് സൂചന. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരായ വിജിലൻസ് അന്വേഷണം രാഷ്ട്രീയ പ്രതികാരത്തോടെയുള്ള നടപടിയെന്ന് UDF കൺവീനർ MM ഹസൻ ആരോപിച്ചു. KM ഷാജിക്കെതിരെ അന്വേഷണത്തിന് നൽകിയ അനുമതിയും രാഷ്ട്രീയ പ്രേരിതമാണ്. സംസ്ഥാന സർക്കാരിന്റെ ചട്ടുകമായി സ്പീക്കർ പ്രവർത്തിച്ചു എന്നും ഹസൻ ആരോപിച്ചു. ധനമന്ത്രി തോമസ് ഐസക്കിനെതിരായ പ്രതിപക്ഷത്തിന്റെ അവകാശ ലംഘന നോട്ടീസ് നിയമസഭാ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് വിടാൻ സ്പീക്കറുടെ തീരുമാനം. പരാതിയിൽ എത്തിക്സ് കമ്മിറ്റി ധനമന്ത്രിയോട് വിശദീകരണം തേടും. നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മന്ത്രിക്കെതിരായ അവകാശ ലംഘന പരാതി എത്തിക്സ് കമ്മിറ്റിക്ക് വിടുന്നത്. ധനമന്ത്രിയുടെ അവകാശ ലംഘന വിവാദത്തിൽ VD സതീശൻ ധനമന്ത്രിക്കെതിരെ നൽകിയ പരാതിയിലും അതിൽ തോമസ് ഐസക് നൽകിയ വിശദീകരണത്തിലും കഴമ്പുണ്ടെന്ന് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ. ഈ സാഹചര്യത്തിലാണ് തുടർ നടപടികൾക്കായി വിഷയം എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറിയതെന്നും സ്പീക്കർ. ചെന്നിത്തലയ്ക്കെതിരായ അന്വേഷണ അനുമതിയിൽ തനിക്കെതിരെയുണ്ടായ വിമർശനം സ്വാഭാവികമാണെന്നും ഇഷ്ടമില്ലാത്ത നടപടികളുണ്ടാവുമ്പോൾ അതിൽ വിമർശനമുണ്ടാവുന്നത് സ്വാഭാവികമായ കാര്യമാണെന്നും സ്പീക്കർ. മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവായ രമൺ ശ്രീവാസ്തവയെ സല്യൂട്ട് ചെയ്യേണ്ട ഗതികേടിലാണ് സംസ്ഥാനത്തെ മന്ത്രിമാരെന്ന് K. മുരളീധരൻ MP. UDF നേതാക്കൾക്കെതിരെ സർക്കാർ തെരഞ്ഞുപിടിച്ച് കേസെടുക്കുകയാണെന്നും മുരളീധരൻ. ഈ രാക്ഷസ കൊതുകുകൾ ഇതെപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്.
ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. കർഷക സമരത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് കമൽ ഹസൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരെ കാണുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവരോട് സംസാരിക്കുകയും വേണമെന്ന് കമൽഹാസൻ. പ്രശ്നം കൂടുതൽ ഗുരുതരമാകുന്നതിന് മുമ്പ് കർഷകരുടെ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രായപൂർത്തിയായ വ്യക്തിക്ക് ആരെ വിവാഹം കഴിക്കണമെന്നുള്ളത് ഭരണഘടന ഉറപ്പു നൽകുന്ന മൌലികാവകാശമാണെന്ന് കർണാടക ഹൈക്കോടതി. ദില്ലി, അലഹബാദ് ഹൈക്കോടതി വിധികൾക്ക് പിന്നാലെയാണ് കർണാടക ഹൈക്കോടതിയും സമാനമായ വിധി പുറപ്പെടുവിച്ചത്. വ്യക്തിപരമായ ബന്ധങ്ങളിലെ സ്വാതന്ത്ര്യം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കാര്യമാണ്. ജാതിക്കോ മതത്തിനോ അതിൽ ഇടപെടാനാകില്ലെന്നും കോടതി നിരീക്ഷിച്ചു. മിശ്രവിവാഹിതർക്ക് UP സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായ പദ്ധതി പിൻവലിക്കുന്നു. 44 വർഷമായി നിലനിൽക്കുന്ന പദ്ധതിയാണ് സർക്കാർ പിൻവലിക്കാൻ ഒരുങ്ങുന്നത്. നിർബന്ധിത മതപരിവർത്തന നിരോധന ഓർഡിനൻസ് കൊണ്ടുവന്നതിന് പിന്നാലെയാണ് മിശ്രവിവാഹിതർക്ക് നൽകുന്ന സാമ്പത്തിക സഹായം പിൻവലിക്കുന്നത്. വൻകിട കമ്പനികൾക്ക് പെർമിറ്റില്ലാത്ത ഏതു റൂട്ടിലും ബസ് ഓടിക്കാൻ അനുമതി നൽകി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. കേന്ദ്ര നിയമത്തിന് അനുസൃതമായി സംസ്ഥാന സർക്കാരിനും ഉത്തരവിറക്കാമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ പറയുന്നു. അമേരിക്കൻ കമ്പനിയായ ഫൈസറിന്റെ കോവിഡ് വാക്സിന് അംഗീകാരം നൽകുന്ന ആദ്യ രാജ്യമായി UK. അടുത്ത ആഴ്ച മുതൽ UKയിൽ കോവിഡ് വാക്സിൻ വിതരണം ആരംഭിക്കും. അവസാനഘട്ട പരീക്ഷണങ്ങൾ പൂർത്തിയായപ്പോൾ കോവിഡ് വാക്സിൻ 95% ഫലപ്രദമാണെന്ന് ഫൈസർ അറിയിച്ചിരുന്നു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മുൻ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡിന് കനത്ത തിരിച്ചടി. ഉക്രൈനിയൻ ക്ലബ് ഷാക്തറിനോട് എതിരില്ലാത്ത 2 ഗോളിനായിരുന്നു റയലിന്റെ പരാജയം. മറ്റൊരു മത്സരത്തിൽ ഇന്റർ മിലാൻ 2-3 ഗോളിന് മാഞ്ചൻ ഗ്ലാഡ്ബാക്കിനെ മറികടന്നു. ഡച്ച് ക്ലബ് അയാക്സിനെ തോൽപ്പിച്ച് മുൻ ചാമ്പ്യന്മാരായ ലിവർപൂൾ നോക്കൌട്ട് റൌണ്ടിൽ കടന്നു. എതിരില്ലാത്ത 1 ഗോളിനാണ് ലിവർപൂളിന്റെ ജയം. കരുത്തരായ ബയേൺ മ്യൂണിക്കിനെ അത്ലറ്റിക്കോ മാഡ്രിഡ് സമനിലയിൽ തളച്ചു. ഇരു ടീമുകളും ഓരോ ഗോൾ നേടി. 3ാം ഏകദിനത്തിൽ ജയപ്രതീക്ഷയുണർത്തി ഇന്ത്യ. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത 50 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 302 റൺസ് എടുത്തിരുന്നു. 6ാം വിക്കറ്റിലെ തകർപ്പൻ പ്രകടനത്തിലൂടെ 150 റൺസ് കൂട്ടിച്ചേർത്ത ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ സഖ്യമാണ് ഇന്ത്യൻ സ്കോർ 302-ൽ എത്തിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. The Daily News.in വാർത്തകൾ വിരൽ തുമ്പിൽ.